ആറന്മുള വിമാനത്താവള ഭൂമിയിലെ വിവാദ പദ്ധതിയായ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി വീണ്ടും ഐ.ടി വകുപ്പിന് നീക്കം. പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി. കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഐ.ടി സ്പെഷ്യൽ സെക്രട്ടറി. കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. ആറന്മുള വിവാദ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഐ.ടി പാർക്കിനും ബിസിനസ് ടൗൺഷിപ്പിനുമുള്ള അനുമതി മന്ത്രിസഭാ ഉപസമിതി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഐ.ടി സ്പെഷ്യൽ സെക്രട്ടറിയുടെ നീക്കം. ടോഫൽ എന്ന കമ്പനി നൽകിയ അപേക്ഷയിലാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറോട് ഐ.ടി സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ട് തേടിയത്. പത്തനംതിട്ട ജില്ലയിലെ 4 വില്ലേജുകളിലായി ടോഫൽ കമ്പനിക്ക് 335 ഏക്കർ ഭൂമിയുണ്ടെന്ന് പറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഐ.ടി സെക്രട്ടറി. പ്രദേശത്ത് ലഭ്യമായ ഭൂമിയുടെ അളവ്, പുരയിടം, ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി, 2008 മുമ്പ് പരിവർത്തനം ചെയ്ത വയലിന്റെ അളവ്, മൊത്തം തണ്ണീർത്തടങ്ങളുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഐ.ടി സെക്രട്ടറി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിമാനത്താവള പദ്ധതിക്കെതിരെ സമരം നടത്തിയ കൃഷിമന്ത്രി പി പ്രസാദ് വീണ്ടും നിലപാട് വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തേടിയാലും തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണെന്നാണ് പി പ്രസാദ് പറയുന്നത്. വിവാദ സ്ഥലത്ത് ഐ.ടി പാർക്കിന് അനുമതി നൽകുന്നതിനെക്കുറിച്ച് ഇതുവരെയായും വ്യവസായ മന്ത്രിയോ CPM നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.